നമ്മുടെ ഈ രാത്രിയിലെ ശുശ്രൂഷ തുടങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചധികം ഇമെയിലുകളും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകളൊക്കെ ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വരാറുണ്ട്. ഇന്ന് രാവിലെ കിട്ടിയൊരു മെസ്സേജാണ് വെച്ചാൽ ഈ വചനം ഒന്ന് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഈ പിന്നെ രാത്രിയിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല വചനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നില്ല കേട്ടോ, നമുക്ക് ഷെയർ ചെയ്യാം. സങ്കീർത്തനം 4:8 കുറേ പേർക്ക് കാണാതെ അറിയാൻ തോന്നുന്നു. എനിക്ക് അയച്ചു തന്ന വ്യക്തിക്ക് പ്രത്യേകം നന്ദി പറയുന്നത്. ഞാനത് അറിയാവുന്ന ഒരു വചനം തോന്നുന്നു, ഇടയ്ക്ക് മിസ്സായി പോയതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ രാത്രിയിലൊക്കെ പ്രത്യേകിച്ചൊക്കെ സ്ലീപ്പിംഗ് ഉറക്കത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട വചനങ്ങൾ ഒന്നാണെന്ന് തോന്നുന്നു. സങ്കീർത്തനം 4:8 വചനം എടുക്കാമോ? 4:8 ഇങ്ങനെയാണ്: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. Psalm 4:8. അപ്പോൾ ഒരു വചനം നമുക്ക് ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു വചനം വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രശാന്തമായിട്ട് കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. നമുക്ക് ഈ സംരക്ഷണത്തിൻ്റെ വചനഭാഗങ്ങളൊക്കെ അറിയത്തില്ലേ? സങ്കീർത്തനങ്ങൾ പ്രത്യേകിച്ച് സങ്കീർത്തനം 34, സങ്കീർത്തനം 91, സങ്കീർത്തനം 121, ഇതൊക്കെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനങ്ങളൊന്നാണ്. അതുപോലെ തന്നെ ഈ സങ്കീർത്തനം 4 ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പ്രെയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ അവസാനത്തെ വചനം 4:8, ഞാൻ പ്രശാന്തമായിട്ട് കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഇന്ന് രാത്രിയിൽ ഈശോയുടെ മക്കൾ ശാന്തമായിട്ട് കിടന്നുറങ്ങണം. എന്തിനാണ്? ഒറ്റ ചിന്തയില്ല, പ്രശാന്തമായിട്ട് എന്ന് വെച്ചാൽ പീസ്ഫുള്ളായിട്ട് കിടന്നുറങ്ങുക. റീസൺ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോൺഫിഡൻസ് ഇത്രയാണ്: കർത്താവാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഹീ ഈസ് ദ വൺ ഹു ഈസ് ഗിവിങ് മീ പ്രൊട്ടക്ഷൻ. കർത്താവ് തന്നെ ഡയറക്റ്റായിട്ട് ഒരു പ്രൊട്ടക്ഷൻ തരികയാണ്. ഇപ്പോൾ ഇന്ന് രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്, കടങ്ങളുണ്ട്, നാളത്തെ പ്രശ്നങ്ങളുണ്ട്. ബട്ട് ദർ ഈസ് സമ്മൺ ഔട്ട് ദെയർ ഹു ഈസ് പ്രൊട്ടക്റ്റിംഗ് മീ. എന്നെ സംരക്ഷിച്ചുകൊണ്ട് ഒരാളുണ്ട്, അല്ലേ? ഉറക്കം കളയാൻ ഒക്കെ ഒരു 100 കാരണങ്ങൾ നമുക്കുള്ളപ്പോഴും പ്രശാന്തമായിട്ട് ഇന്ന് കിടന്നുറങ്ങാൻ ഒരു കാരണം എന്താണ്? കാരണം സുരക്ഷിതത്വം നൽകുന്ന ഒരാൾ, സമ്മൺ ഹു ടേക്സ് മീ, എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്ന ഒരാളുണ്ട്. ഇന്നിപ്പോൾ രാത്രിയിൽ ഒറ്റയ്ക്കാണെങ്കിൽ, ഇന്ന് രാത്രിയിലൊരു വേദന നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അതിന് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിങ്ങനെ ഇവിടെ വന്ന് വല്ലാത്ത നടുവേദന, എന്ന് വെച്ചാൽ ജോലി ചെയ്ത് വരുമ്പോഴത്തേന് ഈ പിന്നെ നടുവങ്ങ് പൊട്ടണ പോലത്തെ വേദനയും, അത് കഴിഞ്ഞിട്ട് ഈ കാലയിലേക്ക് ആ വേദന കയറുകയാണ്. രാത്രി കിടന്നുറങ്ങാൻ പറ്റണമല്ലെന്ന്. സോ എന്നെങ്കിലും ചോദിച്ചാൽ എത്ര ദിവസം ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് എടുക്കും? കാരണം ഇതിനൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടല്ലോ, പെയിൻ കില്ലർ എടുക്കാണ്ട് ഉറങ്ങാൻ പറ്റണമല്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഒരു ഫിസിക്കൽ പ്രശ്നം, ഒരു ശാരീരികമായ ബുദ്ധിമുട്ട് കാരണമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വേദനിച്ച് കിടന്നുറങ്ങാൻ പറ്റാത്തത്. ചിലപ്പോൾ മനസ്സിൽ വലിയൊരു സംഘർഷം കാരണം ഇന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾ നിൽക്കുകയായിരിക്കും. പാട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, സിനിമ കണ്ടു നോക്കുന്നുണ്ടാവും, ബൈബിൾ തിരിച്ചും മറിച്ചുമൊക്കെ വായിച്ച് നോക്കുന്നുണ്ടാവും. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലാത്ത ചിലപ്പോൾ ഒരു രാത്രിയായിരിക്കാം. ബട്ട് ഐ ടെൽ യു, ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഗോ ഇൻ പീസ്. ഈശോയുടെ സമാധാനത്തിൽ പോയി കിടന്നുറങ്ങ്. നിനക്ക് സംരക്ഷണം നൽകാൻ, സുരക്ഷിതത്വം നൽകാൻ ഒരാൾ ഇവിടെയുണ്ട്. ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു രോഗം, വേദനയുണ്ട്, ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങൾ നാളിലുണ്ട്. ഇന്ന് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തുള്ള ചില വിഷമങ്ങളുണ്ട്. നിൻ്റെ കൂടെ ആരുമില്ലെന്നൊക്കെ ഓർത്തിട്ടൊക്കെ വിഷമിക്കുന്നുണ്ട്, ഒറ്റയ്ക്കായിപ്പോയില്ലെന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. പ്ലീസ് പീസ്ഫുള്ളി സ്ലീപ്പ്. നിനക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരാളും കൂടി ഇവിടെയുണ്ട്, ഈശോ. ആ ഈശോയുടെ മടിയിൽ പ്രശാന്തമായിട്ട് കിടന്നുറങ്ങുക. നാളെ ഉണർന്നെഴുന്നേൽക്കുക. ഈശോ നിനക്ക് സംരക്ഷണം നൽകും, സുരക്ഷിതത്വം നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.